ഗുഡ് മോർണിംഗ് റിപ്പോർട്ടർ തുടരുകയാണ്. ബലാത്സംഗ കേസിൽ ഹൈക്കോടതി ജാമ്യം നിഷേധിച്ച 4-ാം ദിവസവും നടൻ സിദ്ദിഖ് ഒളിവിൽ തന്നെ. വിമർശനങ്ങൾ ശക്തമായിട്ടും സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. സിദ്ദിഖ് ഒളിവിലാണെന്ന് പറയുമ്പോഴും സിദ്ദിഖിന്റെ ഒളിത്താവളം അന്വേഷണ സംഘം മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് സൂചന. സിദ്ദിഖ് സുപ്രീം കോടതിയെ സമീപിച്ച സാഹചര്യത്തിൽ കോടതി നിലപാട് കൂടി നോക്കിയ ശേഷം മതി കടുത്ത നടപടി എന്നതാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അഞ്ജലി ശ്രീജിതാരാജ് നൽകും വിശദാംശങ്ങൾ. അഞ്ജലി, സിദ്ദിഖ് എവിടെ ഉണ്ട് എന്നതിലൊരു സൂചന ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു കോടതി നിലപാട് അറിയട്ടെ എന്ന് കാത്തിരിക്കുകയാണോ അന്വേഷണ സംഘം? ഗുഡ് മോർണിംഗ് ശ്രുതി ആൻഡ് തുളസി. തീർച്ചയായും, അതായത് ഈ ജാമ്യാപേക്ഷ, ഹൈക്കോടതിയുടെ ജാമ്യാപേക്ഷ തള്ളിയതിന് ശേഷം സിദ്ദിഖ് എവിടെയാണെന്ന് ഈ 3 ദിവസമായിട്ടും അന്വേഷണ സംഘത്തിന് കണ്ടെത്താനായിട്ടില്ല. ഇത് പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ സിദ്ദിഖ് എവിടെയാണെന്നുള്ളത് അന്വേഷണ സംഘത്തിന് സൂചന ലഭിച്ചിട്ടുണ്ടെന്നുള്ള വിവരം തന്നെയാണ് പുറത്തു വരുന്നത്. കാരണം സിദ്ദിഖിന്റെ ഫോണ് കഴിഞ്ഞ 2 ദിവസം മുൻപ് സ്വിച്ച് ഓൺ ആയിരുന്നു. സ്വാഭാവികമായിട്ടും ഇതിന്റെ ടവർ ലൊക്കേഷൻ പോലീസിന് കണ്ടെത്താനാവുന്നതാണ്. എന്നാൽ ഇത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടത്തുകയോ കൂടാതെ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാനോ പോലീസിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിലെല്ലാം മനസ്സിലാകുന്നത് സിദ്ദിഖിന് ഇത്തരത്തിൽ ഒളിവിൽ കഴിയാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുന്നത്, അതിനു വേണ്ടിയിട്ടുള്ള സഹായം നൽകുന്നത് പോലീസാണോ എന്നുള്ള ആരോപണങ്ങളും അന്വേഷണ സംഘത്തിനെതിരെ ഉയരുന്നുണ്ട്. കാരണം 3 ദിവസമായി സിദ്ദിഖിനെതിരെയുള്ള ജാമ്യാപേക്ഷ തള്ളിയിട്ട് കഴിഞ്ഞ ദിവസം 3 മണിക്കായിരുന്നു സിദ്ദിഖ് പടമുകളിലെ വീട്ടിൽ നിന്നും മകന്റെ കാറിൽ രക്ഷപ്പെട്ടത്. ഇതിന്റെ CCTV ദൃശ്യങ്ങളെല്ലാം ലഭിച്ചിരുന്നു. എന്നാൽ ഇത്തരത്തിൽ ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടാകും, സിദ്ദിഖിന് ജാമ്യാപേക്ഷ തള്ളുമെന്നുള്ള സൂചനയൊക്കെ പോലീസിന് ലഭിച്ചേക്കാം. ഈ സാഹചര്യത്തിൽ സിദ്ദിഖിനെ നിരീക്ഷണത്തിൽ വെക്കാൻ പോലും, കസ്റ്റഡിയിൽ എടുത്തിട്ടില്ലെങ്കിലും നിരീക്ഷണത്തിൽ വെക്കാനുള്ള ഒരു ഇതെങ്കിലും പോലീസ് കാണിക്കണമായിരുന്നു. എന്നാൽ അത്തരത്തിലൊരു വീഴ്ചയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും സംഭവിച്ചിട്ടുള്ളത്. ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചതിനാൽ കേരളം വിട്ടിട്ടുണ്ട് സിദ്ദിഖ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആന്ധ്ര, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്കാണ് പോലീസ് വിരൽ ചൂണ്ടുന്നത്. ഇത്തരത്തിലുള്ള അന്വേഷണം പുരോഗമിക്കുന്നുണ്ടെന്നെല്ലാം പറയുന്നുണ്ട്. സിദ്ദിഖിന്റെ ബന്ധുക്കളുടെയും കൊച്ചിയിലെ 2 വീടുകളിലൊക്കെ പോലീസിന് നിരീക്ഷണത്തിലായിരുന്നു.